നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. നമ്മുടെ RRB NTPC എക്സാം 2024 പ്രിപ്പറേഷൻ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്ത സുഹൃത്തുക്കൾ കാണാൻ ശ്രമിക്കുക. ഇന്ന് അതിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് ബീജഗണിതം അല്ലെങ്കിൽ ആൾജിബ്രയുടെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മാത്സ് തന്നെ നമ്മൾ ആരംഭിച്ചതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാല്, നമ്മുടെ RRB NTPC എക്സാമുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു തീർക്കാനുള്ളത് മാത്സ് ആണ്. അതും ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ സമയം ഒരുപാട് എടുക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മാത്സ് ക്ലാസ്സുകൾ തന്നെ ആദ്യമായിട്ട് ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച എന്തായിരുന്നു? ബീജഗണിതം അല്ലെങ്കിൽ ആൾജിബ്രയുടെ പാർട്ട് 1 ആയിരുന്നു. അത് കാണാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ലിങ്ക് ഇട്ടേക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീജഗണിതം അഥവാ ആൾജിബ്രയുടെ പാർട്ട് 2 ആണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് ആൾജിബ്രയുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇന്ന് നമ്മുടെ ടൈപ്പ് 2 ആണ്. ആൾജിബ്രയുടെ ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്താണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം എന്നുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: if x plus 1 by x equal to 2, then x cube plus 1 by x cube എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. if x plus 1 by x equal to 2, then x cube plus 1 by x cube എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, കഴിഞ്ഞ നമ്മുടെ ടൈപ്പ് 1-നകത്ത് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? x square plus 1 by x square എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചതെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും അത് x cube plus 1 by x cube കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോഡിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് പഠിക്കാൻ സുഹൃത്തുക്കളെ വളരെ ഈസിയാണ്. ആദ്യം ഞാനിത് ട്രഡീഷണൽ മെത്തേഡിൽ ഒന്ന് ചെയ്യാം സുഹൃത്തുക്കളെ. അപ്പോ ഇവിടെ എന്റെ ചോദ്യം വന്നിരിക്കുന്നത് ഏതോ ഒരു സംഖ്യയെ ക്യൂബ് ചെയ്യാനാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഏതോ ഒരു സംഖ്യയുടെ ക്യൂബ് എടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ കണ്ടീഷനും എന്ത് ചെയ്യണം? ക്യൂബ് ചെയ്യണം അല്ലേ. എന്റെ കണ്ടീഷൻ ക്യൂബ് ചെയ്താലല്ലേ എനിക്ക് അതിന്റെ ഉത്തരവും ക്യൂബ് രൂപത്തിൽ ലഭിക്കുള്ളൂ. അപ്പൊ ഇവിടെ എന്റെ കണ്ടീഷൻ എന്താ? x plus 1 by x equal to 2 എന്നതാണ് എന്റെ ഇവിടത്തെ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഞാൻ മൊത്തത്തിൽ അങ്ങ് ക്യൂബ് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കൾ, ശ്രദ്ധിച്ചു നോക്കിക്കോളെ. അപ്പൊ x plus 1 by x the whole cube. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു LHS സൈഡിൽ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ RHS സൈഡിലും ചെയ്യണം. അല്ലെങ്കിൽ സമത്തിന് ഇപ്പുറം എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ സമത്തിന് അപ്പുറവും ചെയ്യണം. ഇല്ലെങ്കിൽ അവന്മാർ തമ്മിൽ അടിയുണ്ടാക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ സമത്തിന് ഇപ്പുറം ഞാൻ ക്യൂബ് ചെയ്തെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സമത്തിന് അപ്പുറമുള്ള സംഖ്യ ആവട്ടെ, അവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടാവട്ടെ, അതിനെ ഞാൻ ക്യൂബ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 2ന്റെ ക്യൂബ് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ ആണ്. 2 ക്യൂബ് എന്ന രൂപത്തിലോട്ട് മാറിയിട്ടുണ്ട് അല്ലെ സുഹൃത്തുക്കളെ. അത്രയും ഓക്കെ ആയല്ലോ സുഹൃത്തുക്കളെ. ഇനി ഇപ്പോ ഈ തന്നിരിക്കുന്ന x plus 1 by x the whole cube എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലാ സുഹൃത്തുക്കളെ കിടക്കുന്നത്? വേറൊന്നുമില്ല, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച a plus b the whole cube എന്ന ഫോർമാറ്റിലാണ് അല്ലേ കിടക്കുന്നത്. x plus 1 by x the whole cube എന്ന് പറയുന്നത് a plus b the whole cube എന്നുള്ള ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഞാൻ ഈ a plus b the whole cube ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സുഹൃത്തുക്കൾക്കൊന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിലിരിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ a plus b the whole cube is equal to നമുക്ക് എങ്ങനെ പറയാം? a cube plus 3a square b plus 3ab square plus b ക്യൂബ്. ഇങ്ങനെയാണ് നമ്മുടെ a plus b the whole ക്യൂബിന്റെ എക്സ്പാൻഷൻ വരുന്നത്. സെറ്റ് ആണ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. a plus b the whole ക്യൂബിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാ? a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b ക്യൂബ് എന്നാണ്. സുഹൃത്തുക്കളെ, ഇതിനകത്ത് നമ്മൾ എക്സിന്റെ വൈയുടെ വാല്യൂ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ a plus b the whole ക്യൂബിന്റെ ടോട്ടൽ എക്സ്പാൻഷൻ രൂപമാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതായത് ആ a plus b the whole ക്യൂബിനെ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചു നീട്ടി ഞാൻ അങ്ങ് എഴുതി വെച്ചേക്കുക. ഈ രൂപത്തിനകത്തോട്ട് നമ്മൾ ഈ പറയുന്ന എയുടെ സ്ഥാനത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ x എന്നും ബിയുടെ സ്ഥാനത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ നമ്മൾ 1 by x എന്നൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് അവനെ ഒന്ന് അടിച്ചൊതുക്കി ഒന്ന് എഴുതിയാൽ മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഉത്തരം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരുന്ന് നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആവും. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം സുഹൃത്തുക്കളെ. a ക്യൂബിനകത്ത് ഇനി എന്തെങ്കിലും എനിക്ക് മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. കാരണം a ക്യൂബ് അങ്ങനെ നിൽക്കുവാണ്. അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പ്ലസ് ബി ക്യൂബിനകത്ത് എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ഒന്നുമില്ല. പിന്നെ എനിക്ക് എവിടെയാ മാറ്റം വരുത്താൻ പറ്റുന്നത്? ഈ
3a² b പ്ലസ് 3ab². ഈ പറഞ്ഞിരിക്കുന്നവനെ മാത്രമേ എനിക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം a³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ആണ്. അതിന് പിന്നെ സിംപ്ലിഫൈ ചെയ്യാൻ ഒന്നുമില്ല. അതുകൊണ്ട് അവനെ നമ്മൾ അതുപോലെ അങ്ങ് എഴുതി. അതിനകത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഒന്നുമില്ല. അതുകൊണ്ട് ബിനെ നമ്മൾ അതുപോലെ തന്നെ b³ എന്നങ്ങ് എഴുതി. പിന്നെ നമുക്ക് ഈ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ 3a² b പ്ലസ് 3ab² മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം സുഹൃത്തുക്കളെ? കോമൺ ആയിട്ടുള്ളവനെ എടുത്ത് എന്ത് ചെയ്യണം? അടിച്ചെടുത്ത് നമ്മുടെ ബ്രാക്കറ്റിന്റെ വെളിയിൽ കൊണ്ടങ്ങ് കളഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും ആ ഫോർമാറ്റ് എന്ത് ചെയ്യും? സിംപ്ലിഫൈ ചെയ്യും. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോളുക. a³ പ്ലസ് b³ പ്ലസ് ഇതിനകത്ത് കോമൺ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നത് ആരെയാ സുഹൃത്തുക്കളെ? ഞാനൊന്ന് സുഹൃത്തുക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി വലുതായിട്ട് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞുതരാം. 3 ഗുണം a ഗുണം a²നെ a ഗുണം a എന്ന് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ, ഗുണം b പ്ലസ് 3 ഗുണം a ഒരെണ്ണമേ അവിടെ ഉള്ളൂ, b ആണ് രണ്ടെണ്ണം ഉള്ളത് കാരണം b² ആണല്ലേ. a ഗുണം b ഗുണം b ഇങ്ങനെയല്ലേ സുഹൃത്തുക്കളെ കിടക്കുന്നത്? അതിനെയല്ലേ നമ്മൾ ഈ 3a² b പ്ലസ് 3ab² എന്നുള്ള രീതിയിൽ എഴുതിയത്. ഇനി എന്താണ് ഇതിനകത്ത് നിന്ന് നമുക്ക് കോമൺ ആയിട്ട് ആരെ പുറത്തെടുക്കാം? ഒരു 3ab ഇവിടെ കിടപ്പുണ്ട്, ഒരു 3ab ഇവിടെ കിടപ്പുണ്ടല്ലേ സുഹൃത്തുക്കളെ? ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ ഒരു 3 ഉണ്ട്, ഒരു a ഉണ്ട്, b ഉണ്ട്, നമുക്കെടുത്ത് പുറത്തിടാം. ഇവിടെയും അതുപോലെ ഒരു 3 ഉണ്ട്, ഒരു a ഉണ്ട്, ഒരു b ഉണ്ട്, നമുക്ക് അവനെ അടുത്ത് അങ്ങ് പുറത്തിടാം. പിന്നെ ബാക്കി അവിടെ ആര് മാത്രമേ കാണുള്ളൂ സുഹൃത്തുക്കളെ? നമുക്ക് നോക്കാം. a³ പ്ലസ് b³ പ്ലസ് ഇവിടെ നിന്ന് ഒരു 3ab എടുത്ത് അങ്ങ് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഇവിടെ നിന്ന് ഒരു 3 പോയി, ഒരു a പോയി, ഒരു b പോയി, പിന്നെ a² ഒരു a മാത്രമേ ഉള്ളൂ. a അതുപോലെ നമ്മൾ എഴുതി പ്ലസ്. ഇനി നമ്മള് ഇവിടെ നിന്നും ഒരു 3യും ഒരു എയും ഒരു ബിയും എടുത്ത് പുറത്തിട്ടു. അപ്പൊ b² ആയതുകൊണ്ട് അവിടെ പിന്നെ അവസാനം ആരേ ഉള്ളൂ? ഒരു b മാത്രമേ ബാക്കിയുള്ളൂ. ആ ബിയെ നമ്മൾ അതുപോലെ എടുത്തങ്ങ് എഴുതി. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന a+b² എന്ന് പറയുന്ന ഫോർമാറ്റ് സിംപ്ലിഫൈഡ് ഫോമിലോട്ട് മാറി. ഈ സിംപ്ലിഫൈഡ് ഫോമിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എക്സും അതുപോലെ തന്നെ 1/x കൊടുത്താൽ മാത്രമേ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയുള്ളൂ. ശ്രദ്ധിച്ചോളേ. a+b² കണക്കല്ല, അതിനകത്ത് ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആൻസർ പുട്ടുപോലെ കിട്ടും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ചെയ്താൽ പറ്റത്തില്ല. a³ പ്ലസ് b³ പ്ലസ് 3ab ഇൻറ്റു a+b എന്ന് പറയുന്ന സിംപ്ലിഫൈഡ് ഫോർമാറ്റിനകത്ത് നമ്മുടെ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 1/x കൊടുത്താൽ മാത്രമേ നമ്മുടെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ സുഹൃത്തുക്കളെ. a³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ പ്ലസ് b³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x സെറ്റ് ആണ്, പ്ലസ് 3 ഗുണം a എന്താണ്? x ആണ്, ഇൻറ്റു b എന്താണ്? 1/x ആണ്, സെറ്റ് ആണ്. a+b എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? a എന്ന് പറഞ്ഞാൽ x ആണ്, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/x ആണ്, സെറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഫോർമാറ്റ് പുതിയ രൂപത്തിലോട്ട് നമ്മുടെ ഇക്വേഷൻ മാറിയേ. ഇപ്പോഴത്തെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? x³ പ്ലസ് 1/x പ്ലസ് 3 ഇൻറ്റു x ഇൻറ്റു 1/x ഇൻറ്റു x പ്ലസ് 1/x എന്ന് വന്നു കേട്ടോ. ഒന്നും കൺഫ്യൂഷൻ വേണ്ട, നമുക്കൊക്കെ ഇതിനകത്ത് ഈസി കോഡ് ഉണ്ട്. ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണേ ഉള്ളൂ സുഹൃത്തുക്കളെ. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തതുപോലെ വെട്ടിക്കളയാലോ നമുക്ക്. ഈ എക്സും ക്യാൻസൽ ആയി പോയി, സെറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? x³ പ്ലസ് 1ന്റെ ക്യൂബ് എത്രയാ സുഹൃത്തുക്കളെ? 1 തന്നെയാണ്. എക്സിന്റെ ക്യൂബ് എത്രയാ സുഹൃത്തുക്കളെ? x³ ആണ് അല്ലെ. എക്സിന്റെ ക്യൂബ് x³, 1ന്റെ ക്യൂബ് 1 തന്നെയാണ്. അപ്പോ x³ പ്ലസ് 1/x³ പ്ലസ് 3 അതുപോലെ ഉണ്ടല്ലേ, ഇവിടെ ഒരു 3 അതുപോലെയുണ്ട്, ഗുണം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന x പ്ലസ് 1/x, x പ്ലസ് 1/x അല്ലേ സുഹൃത്തുക്കളെ 2 എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. x പ്ലസ് 1/x ആ ബ്രാക്കറ്റിനകത്തുള്ള സാധനം നമ്മുടെ ക്വസ്റ്റിനകത്ത് കണ്ടീഷനകത്ത് പറഞ്ഞിട്ടില്ലേ അത് 2 ആണെന്ന്. അപ്പൊ 2 നമുക്ക് അതുപോലെ എടുത്ത് എഴുതിക്കൂടെ? ഓക്കെ ആണ്, സെറ്റ് ആണ്. ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു RHS എന്തൊക്കെ ചെയ്യണോ അത് LHS ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ 2³ അതുപോലെ തന്നെയുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരാനുള്ളത് അല്ലേ, x³ പ്ലസ് 1/x³ ഇതല്ലേ നമുക്ക് ഉത്തരമായിട്ട് വരാനുള്ളത്. അതുകൊണ്ട് ആ x³ പ്ലസ് 1/x³ ഞാൻ അതുപോലെ അവിടെ ഇട്ടു. ശേഷം 3 ഗുണം 2 ആരാണ്? 6 ആണ്. ആ 6നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ഈക്വൽ സൈൻ അപ്പുറം കൊണ്ടുപോകുന്നു. അപ്പോ 2³ ഇനി മൈനസ് ആണോ പ്ലസ് ആണോ വരുന്ന സുഹൃത്തുക്കളെ? ഇവിടെ പ്ലസ് 6 ആണ്, അത് നമ്മുടെ സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ -6 ആയിട്ട് മാറും. 2ന്റെ ക്യൂബ് എത്രയാ സുഹൃത്തുക്കളെ? 8 ആണ്. 8 - 6 നമ്മുടെ ഉത്തരം എത്രയാണ്? 2 ആണ്. ഇങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഏകദേശം എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്താലും ഒരു 35 സെക്കൻഡോളം നമ്മുടെ കയ്യിൽ നിന്നും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ
മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡ് പഠിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് പഠിക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു ഈസി കോഡ് ഉണ്ട്, ആ കോഡ് എന്താണെന്ന് നോക്കാം. ഇനി നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡിലോട്ട് കടക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കൾ ഓർക്കുക, ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഒരു മാർക്ക് ഈസി ആയിട്ട് ഒപ്പിക്കുക. ഇവിടെ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എക്സ് പ്ലസ് 1/x = 2, then x³ + 1/x³ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് കാണാത്ത സുഹൃത്തുക്കൾ ഒന്ന് കാണുന്നത് നല്ലതാണ്, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഐഡിയ മനസ്സിലാകും. എന്നാലും ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം സുഹൃത്തുക്കളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇഫിന് ശേഷം x + 1/x എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു, അതിനുശേഷം ഒരു നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ x + 1/x = ഒരു നമ്പരോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റോ തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് x³ + 1/x³ ആണോ എന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x³ + 1/x³ ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ കോഡ് അപ്ലൈ ചെയ്യാം. ഒരു സീനുമില്ല. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞുതരാൻ ശ്രദ്ധിക്കണേ സുഹൃത്തുക്കളെ. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ ലഭിച്ചു കഴിഞ്ഞാൽ x + 1/x = 2 എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ x + 1/x ശേഷം ഒരു നമ്പറോ ഒരു ആൽഫബറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ അത് സെറ്റായി. രണ്ടാമത് എന്താ നോക്കാനുള്ളത്? x³ + 1/x³ എന്ന രീതിയിലാണോ ചോദ്യം വന്നിരിക്കുന്നത്, അതായത് അത് തന്നെയാണോ ചോദ്യം എന്ന് നമ്മൾ നോക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ കോഡ് നമുക്ക് ഇട്ടുകൊടുക്കാം. കോഡ് ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈസി കോഡാണ്. കോഡ് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ, മറക്കരുത്. n³ ± 3n. ഇതാണ് നമ്മുടെ കോഡ്, മറക്കരുത്. n³ ± 3n എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കോഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഈ കാൽക്കുലേഷൻ ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ കോഡ് എന്താ സുഹൃത്തുക്കളെ? n³ ± 3n എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. n എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് തന്നെയാണ്. x + 1/x ശേഷം കിടക്കുന്ന നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റോ എന്തോ ആയിക്കോട്ടെ, അതാണ് നമ്മുടെ n എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് ആരാ? 2 ആണ്. സെറ്റ് ആണ്. n എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. n³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2³ ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് പ്ലസോ മൈനസോ വരേണ്ടതെന്നാണ്. കഴിഞ്ഞ ക്ലാസ് കണ്ട സുഹൃത്തുക്കൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കും, എന്നാലും ഒന്നുകൂടി പറഞ്ഞു തരാം. എക്സിന് ശേഷം വരുന്നത് പ്ലസ് ആണെങ്കിൽ, എക്സിന് ശേഷം വരുന്നത് പ്ലസ് ആണെങ്കിൽ, x³ ശേഷം വരുന്നത് പ്ലസ് ആണെങ്കിൽ, x³ ശേഷം വരുന്നതും പ്ലസ് ആണെങ്കിൽ നമ്മുടെ കോഡിൽ വരേണ്ടത് മൈനസ് ആണ്. ശ്രദ്ധിച്ചോളണേ. എക്സിന് ശേഷം പ്ലസ് വരുന്നു, x³ ശേഷം പ്ലസ് വരുന്നു എങ്കിൽ നമ്മുടെ കോഡിൽ എന്താ വരേണ്ടത്? മൈനസ് ആണ് വരേണ്ടത്. ഇനി നേരെ തിരിച്ച് എക്സിന് ശേഷം മൈനസ് വന്നിരിക്കുന്നു, x³ ശേഷവും മൈനസ് വന്നിരിക്കുന്നു എങ്കിലും നമ്മുടെ കോഡിൽ വരാനുള്ളത് മൈനസ് തന്നെയാണ്. എക്സിന് ശേഷം മൈനസ് വന്നിരിക്കുന്നു, x³ ശേഷം വന്നിരിക്കുന്ന ചിഹ്നവും മൈനസ് ആണെങ്കിലും നമ്മുടെ കോഡിൽ വരാനുള്ള ചിഹ്നം എന്താണ്? മൈനസ് ആണ്. ഇനി എക്സിന് ശേഷം പ്ലസോ മൈനസോ ആണ് വരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ തിരിച്ചും വരാം കേട്ടോ. എക്സിന് ശേഷം പ്ലസോ മൈനസോ ആണ് വരുന്നതെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ x³ ശേഷം പ്ലസോ മൈനസോ വരുവാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെന്ന് പറയാം? ഇത് രണ്ടുപേരും ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ക്വസ്റ്റിനകത്ത് പ്ലസ് മൈനസ് ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ കോഡിനകത്ത് പ്ലസ് ചെയ്തിരിക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഒന്നുകൂടെ പറഞ്ഞു തരാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എക്സിന് ശേഷം പ്ലസ് വന്നു കഴിഞ്ഞാലും x³ ശേഷവും പ്ലസ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ കോഡിൽ മൈനസ് ചെയ്യണം. ഇനി എക്സിന് ശേഷം മൈനസ് ആണ് വരുന്നത്, x³ ശേഷവും മൈനസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോഡിൽ മൈനസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇനി എക്സിന് ശേഷവും x³ ശേഷവും പ്ലസ് മൈനസും, അതായത് ഒരു പ്ലസും ഒരു മൈനസും എന്നുള്ള രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്ലസ് മാത്രമേ ഉപയോഗിക്കാവൂ. അത് തിരിച്ചു വന്നാലും അത് തന്നെയാണ് ഉപയോഗിക്കാനുള്ളത്. അതുകൂടെ സുഹൃത്തുക്കൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ രണ്ട് ഭാഗത്തും പ്ലസ് അല്ലേ സുഹൃത്തുക്കളെ വന്നിരിക്കുന്നത്? എക്സ് കഴിഞ്ഞിട്ടും പ്ലസ് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കോഡിൽ എന്തായിരിക്കണം വരേണ്ടത്? മൈനസ് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ 2³ - 3 ഗുണം
ഇനി n എന്ന് പറഞ്ഞാൽ എത്രയാ 2 ആണ്. സോ നമ്മുടെ ഉത്തരം എങ്ങനെ വന്നു? 2ന്റെ ക്യൂബ് എത്രയാ? 8 ആണ്. മൈനസ് 3 ഗുണം 2 എത്രയാ? 6 ആണ്. 8 മൈനസ് 6 2 ആണ്. നമുക്ക് പേപ്പറും പേനയും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് പുട്ടുപോലെ ഉത്തരം കിട്ടും. അപ്പൊ സുഹൃത്തുക്കൾ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം വളരെ ഈസി ആയിട്ട് ഒരു പേപ്പറും പേനയും ഇല്ലാതെ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്തി പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് പോവാം. അത് തന്നെയാണ് RRB എക്സാമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, കോഡ് മാത്രമേ ഇനി നമ്മൾ അങ്ങോട്ട് പറയുന്നുള്ളൂ. നമ്മുടെ കോഡ് എങ്ങനെയാ പറഞ്ഞത്? n ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3 എന്നാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അത് ഓക്കെ ആണ്. ഇതങ്ങ് സുഹൃത്തുക്കൾ എഴുതി വെച്ചേക്കുക. ഇനി ഇത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് എന്താ സുഹൃത്തുക്കളെ? n ക്യൂബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ n എന്ന് പറയുന്നത് ആരാണെന്ന് നോക്കണം. അതിവിടെ 2 ആണ്. അതിന്റെ ക്യൂബ് എടുക്കുക. അപ്പൊ 2ന്റെ ക്യൂബ് എന്ന് നമ്മൾ എഴുതി. ഇനി പ്ലസോ മൈനസോ വരാനുള്ളതെന്ന് നോക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? എക്സിന് ശേഷം വരുന്ന ചിഹ്നം ഏതെന്ന് നോക്കുക, പ്ലസ് ആണ്. എക്സ് ക്യൂബിന് ശേഷം വരുന്ന ചിഹ്നം ഏതെന്ന് നോക്കുക, അത് പ്ലസ് ആണ്. അത് രണ്ടും പ്ലസ് ആയതുകൊണ്ട് നമ്മുടെ കോഡിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ മൈനസ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? 3 അവിടെയുണ്ട്. 3 ഗുണം n ആണ്. 3n എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? 3നെ n കൊണ്ട് ഗുണിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ 3 ഗുണം n എത്രയാണ്? 2 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയായി സുഹൃത്തുക്കളെ? 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. മൈനസ് 3 ഗുണം 2 6 ആണ്. നമ്മുടെ ഉത്തരം 2 ആണ്. നേരത്തെ നമുക്ക് 2 അല്ലേ സുഹൃത്തുക്കളെ ഉത്തരമായിട്ട് ലഭിച്ചത്? ഇത് വളരെ ഈസി ആയിട്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. ഷോർട്ട് കട്ട് മെത്തേഡിന്റെ കോഡ് ഒന്നുകൂടി പറഞ്ഞു തരാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. n ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3n ആണ്. അതായത് എക്സ് പ്ലസ് 1/x ഈക്വൽ ടു ഒരു സംഖ്യയോ ഒരു ആൽഫബറ്റോ തന്നിട്ട് എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാലുള്ള ഈസി കോഡ് എന്താ? n ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3n എന്നാണ്. പഠിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഇഫ് എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 3 then x ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കും സുഹൃത്തുക്കളെ. എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 3 then x ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്പുകൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ കോഡ് വർക്ക് ആവത്തില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ സുഹൃത്തുക്കളെ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 1/x ഈക്വൽ ഒരു സംഖ്യയോ ആൽഫബറ്റോ ഉണ്ടോ എന്ന് നോക്കുക. സോ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ ഓക്കെ ആക്കി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ നമ്മൾ നോക്കാനുള്ളത്? എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ആണോ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാനെന്ന് നോക്കണം. അപ്പോൾ ദെൻ എന്ന് പറഞ്ഞത് എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 കണ്ടീഷൻസ് ക്ലിയർ ആയേ, ഓക്കെ ആയേ. ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കോഡ് അപ്ലൈ ചെയ്യാം. നമ്മുടെ കോഡ് എന്താണ്? n ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3n എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഇപ്പൊ ഇവിടെ n ആരാ സുഹൃത്തുക്കളെ? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ് പ്ലസ് 1/xന് ശേഷം വരുന്ന ഒരു നമ്പരോ ആൽഫബറ്റോ എന്ത് വേണമെങ്കിലും ആവാം. ഇനി റൂട്ടോ പോയിന്റ് വാല്യൂ എന്ത് വേണമെങ്കിലും വരാം. ആ എക്സ് പ്ലസ് 1/x ഈക്വൽ ടുവിന് ശേഷം വരുന്ന എന്താണോ അതാണ് n ആയിട്ട് നമ്മൾ എടുക്കാനുള്ളത്. അപ്പൊ ഇവിടെ ആരാ n? 3 ആണ് n എന്ന് പറയുന്നത്. ഓക്കെ ആണ്, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം എന്നിന്റെ സ്ഥാനത്ത് 3 ഇട്ട് 3 ക്യൂബ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന്. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയാൻ എന്താ സുഹൃത്തുക്കളെ ചെയ്യുന്നത്? എക്സിന് ശേഷം വന്നിരിക്കുന്നത് പ്ലസ് ആണ് ഇവിടെ. അതുപോലെ എക്സ് ക്യൂബിന് ശേഷം വന്നിരിക്കുന്നതും പ്ലസ് ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഡിനകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കണം? മൈനസ് ചിഹ്നം ഉപയോഗിക്കണം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? എക്സിന് ശേഷം വന്നിരിക്കുന്നു പ്ലസ് ആണ്. അതുപോലെ എക്സ് ക്യൂബിന് ശേഷം വന്നിരിക്കുന്ന ചിഹ്നവും പ്ലസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കോഡിൽ എന്ത് ഉപയോഗിക്കണം? മൈനസ് ഉപയോഗിക്കണം. അപ്പോ 3/3 ക്യൂബ് മൈനസ് എത്രയാ വരുന്നത്? 3 ഗുണം 3 എന്ന് വരും. ഓക്കെ അല്ലേ സുഹൃത്തുക്കളെ? എന്നിവിടെ 3 അല്ലേ? അപ്പൊ 3 ക്യൂബ് മൈനസ് 3 ഗുണം 3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 3ന്റെ ക്യൂബ് എത്രയാ സുഹൃത്തുക്കളെ? 3 ഗുണം 3 ഗുണം 3 അല്ലേ? 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായി? 9 ആയി. 9നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായി? 27 ആയി. അപ്പൊ 3 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 ആണ്. അപ്പോ 27 മൈനസ് 3 ഗുണം 3 എന്താണ്? 9 ആണ്. അങ്ങനെ 27 നിന്നും 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും സുഹൃത്തുക്കളെ? 18 ലഭിക്കും. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. കോഡ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. നമുക്ക് ഒരുപാട് സമയം ഇനിയും പഠിക്കാനുണ്ട് NTPC എക്സാമിന്. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് സൈറ്റുകളിൽ ലഭിക്കുന്നതാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ RRBയുടെ ലോക്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോളുക. RRBയുടെ ലോക്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. എന്താണ് ഈ ലോക്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല. RRB ഇടയ്ക്കിടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ പുട്ടിൻ
കണക്കിന്റെ പീര് കണക്ക് എടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ വാല്യൂ പോലും വ്യത്യാസം വരുത്താതെ എടുത്തു വെച്ച് നമ്മുടെ RRB അരക്കിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ലോക്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് കുറച്ച് RRB എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അറിയാം, ഇങ്ങനെയുള്ള ചോദ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ RRB എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ലോക്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് സ്റ്റാർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇഫ് x minus 1 by x equal to root 3 then x cube minus 1 by x cube equal to എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കുന്ന സുഹൃത്തുക്കളെ. ഇഫ് x minus 1 by x equal to root 3 then x cube minus 1 by x cube equal to എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചെക്ക് ചെയ്യാം സുഹൃത്തുക്കളെ. x minus 1 by x equal to ഏതെങ്കിലും ഒരു നമ്പറോ ആൽഫബറ്റോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നമ്മൾ നോക്കാനുള്ളത്? എക്സ് ക്യൂബ് പ്ലസ് ഓർ മൈനസ് 1 by x ക്യൂബ് എന്നുള്ള രീതിയിൽ, അതായത് എക്സ് ക്യൂബ് പ്ലസ് 1 by x ക്യൂബ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1 by x ക്യൂബ് ആയിരിക്കാം. ഈ രീതിയിലാണോ നമ്മുടെ ചോദ്യം കിടക്കുന്നത് നോക്കുക. അതുപോലെ അല്ലേ സുഹൃത്തുക്കളെ കിടക്കുന്നത്? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷനും അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് ഉപയോഗിക്കാം. നമ്മുടെ കോഡ് എന്താ സുഹൃത്തുക്കളെ? n ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3n എന്നാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാലോ. ഇവിടെ n ആരാ സുഹൃത്തുക്കളെ? n എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്. n എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോം എങ്ങോട്ട് മാറും? റൂട്ട് 3 ദ ഹോൾ ക്യൂബ്. ഇനി പ്ലസ്സോ മൈനസോ നമ്മൾ കൊടുക്കാനുള്ളത്. നമ്മൾ നോക്കുക, എക്സിന് ശേഷം വന്നിരിക്കുന്നു മൈനസ് സൈന്, എക്സ് ക്യൂബിന് ശേഷം വന്നിരിക്കുന്നു മൈനസ് സൈന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഡിനകത്ത് ഉപയോഗിക്കാനുള്ളത് മൈനസ് സൈൻ ആണ്, അല്ലേ സുഹൃത്തുക്കളെ? എക്സിന് ശേഷം വന്നിരിക്കുന്നത് മൈനസ് സൈൻ ആണ്. അതുപോലെ എക്സ് ക്യൂബിന് ശേഷം വന്നിരിക്കുന്നത് മൈനസ് സൈൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോഡിൽ എന്ത് ഉപയോഗിക്കണം? മൈനസ് ഉപയോഗിക്കണം. അപ്പോ റൂട്ട് 3 ദ ഹോൾ ക്യൂബ് മൈനസ്. ഓക്കെ, മൈനസ് ഒന്നത് എങ്ങനെയാന്ന് ഓർക്കല്ലോ. ഇനി എന്താണ്? 3 ഗുണം വീണ്ടും എന്താണ്? ഒരു റൂട്ട് 3 വന്നിരിക്കുന്നു. ഇത്രയും സുഹൃത്തുക്കൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്കിവിടെ ബാലികേറ മലയായിട്ട് നിൽക്കുന്നത് ഈ റൂട്ട് 3യുടെ ക്യൂബ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, റൂട്ട് 3യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റൂട്ട് 3നെ 3 തവണ ഗുണിക്കുന്നതല്ലേ? റൂട്ട് 3 ഗുണം റൂട്ട് 3 ഗുണം റൂട്ട് 3 ആണ്, അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ റൂട്ട് 3യുടെ ക്യൂബ് എന്ന് വിളിക്കുന്നത്. സെറ്റ് ആണ്. അപ്പോ ഈ റൂട്ട് 3യും ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം 3 എന്ന് പറയുന്ന ഒരു പൂർണ്ണ സംഖ്യ ലഭിക്കും. അതായത് ഒരേ സംഖ്യയുടെ റൂട്ടിനെ അതേ സംഖ്യയുടെ റൂട്ട് കൊണ്ട് തന്നെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യ തന്നെ ലഭിക്കും കേട്ടോ. അത് കണക്കിലെ ഒരു നിയമമാണ്, സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതായത് റൂട്ട് 3യുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ റൂട്ട് 3യുടെ ഏതൊരു സംഖ്യയുടെയും റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യയുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ റൂട്ട് മാറ്റിയിട്ട് ആ സംഖ്യ മാത്രം അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ നിയമം എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2 റൂട്ട് 3 ചേരുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ കിട്ടും, അല്ലേ? റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 3 അല്ലേ സുഹൃത്തുക്കളെ? അപ്പൊ ഒരു 3 നമുക്ക് അവിടെ കിട്ടി. പിന്നെ അവിടെ വെറുതെ ഒരാൾ കിടക്കുന്നുണ്ടോ? മൂന്നാമതൊരാള്. അതാരാ? വീണ്ടും ഒരു റൂട്ട് 3 ഇല്ലേ? അങ്ങനെയെങ്കിലല്ലേ 3 റൂട്ട് 3 ക്യൂബ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. റൂട്ട് 3 ക്യൂബ് എന്ന് വെച്ചാൽ റൂട്ട് 3 ഗുണം റൂട്ട് 3 ഗുണം റൂട്ട് 3 ആണ്. ഇതിനകത്ത് 2 റൂട്ട് 3കൾ ചേരുമ്പോൾ ഒരു 3 ലഭിക്കുന്നു, അതായത് ഒരു പൂർണ്ണസംഖ്യ ലഭിക്കുന്നു. അതിനുശേഷം പിന്നെ ഒരു റൂട്ട് 3 അവിടെ വെറുതെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് 3 റൂട്ട് 3 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചേക്കുക, റൂട്ട് 3യുടെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 റൂട്ട് 3 ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി 3 റൂട്ട് 3 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ അത് മൈനസ് ഓൾറെഡി നമ്മൾ അവിടെ 3 റൂട്ട് 3 ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്. ഈ 3 എന്നിനകത്ത് 3 ഗുണം റൂട്ട് 3 എന്ന് വെച്ചാൽ 3 റൂട്ട് 3 ആണ് കേട്ടോ. അപ്പോ ഇവിടെ ഒരു 3 റൂട്ട് 3 ഉണ്ട്. മൈനസ് വീണ്ടും ഒരു 3 റൂട്ട് 3 ചെയ്തിരിക്കുന്നു. അതായത് ഒരു ചക്കയിൽ നിന്ന് ഒരു ചക്ക കുറച്ചാൽ പിന്നെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, 0 നമ്മുടെ ഉത്തരം. ഇനി ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കള് ഇതങ്ങ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. x മൈനസ് 1 by x ഈക്വൽ ടു റൂട്ട് 3 ദെൻ x ക്യൂബ് മൈനസ് 1 by x ക്യൂബ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നുകൂടി പറഞ്ഞു തരാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. x മൈനസ് 1 by x ഈക്വൽ ടു റൂട്ട് 3 ദെൻ x ക്യൂബ് മൈനസ് 1 by x ക്യൂബ് ഈക്വൽ ടു എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ കോഡ് ഉപയോഗിക്കാൻ കഴിയുമോ എന്നറിയാനായിട്ട് 2 പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ആദ്യം എന്താണ്? x മൈനസ് 1 by x ഈക്വൽ ടു റൂട്ട് 3 അല്ലെങ്കിൽ പ്ലസ് 1 by x ഈക്വൽ ടു റൂട്ട് 3 എങ്ങനെ വേണോ ആയിക്കോട്ടെ. ഈ x മൈനസ് 1 by x ശേഷം റൂട്ട് 3യോ
അല്ലെങ്കിൽ ഒരു സംഖ്യയോ ഒരു ആൽഫബറ്റോ വന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ചോദ്യം എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് കണ്ടുപിടിക്കാനാണോ നോക്കുക. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കോഡ് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കോഡ് എന്താ സുഹൃത്തുക്കളെ? വേറൊന്നുമില്ല, എൻ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3n എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ കോഡ് ഉപയോഗിക്കാം. ഈ കോഡിനകത്ത് n എന്ന് പറയുന്നത് ആരാ? √3 ആണ്. കാരണം നമ്മൾ പറഞ്ഞു എക്സ് പ്ലസ് ഓർ മൈനസ് 1/xന് ശേഷം വരുന്ന ഈക്വൽ സൈന് അപ്പുറത്തുള്ള എന്തുമാകട്ടെ അതാണ് നമ്മുടെ n ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ എങ്ങനെ മാറും സുഹൃത്തുക്കളെ? √3 ദ ഹോൾ ക്യൂബ്. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ വരുന്നതെന്ന് അറിയാനായിട്ട് എക്സിന് ശേഷം കിടക്കുന്ന സൈൻ എന്താണ്? മൈനസ് ആണ്. എക്സ് ക്യൂബിന് ശേഷം കിടക്കുന്ന സൈൻ എന്താണ്? അത് മൈനസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡിനകത്ത് വരാനുള്ള സൈൻ എന്തായിരിക്കണം? അത് മൈനസ് തന്നെ ആയിരിക്കണം. അത് സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ √3 ദ ഹോൾ ക്യൂബ് മൈനസ് ഇനി എന്താ വരുന്നത്? 3n അല്ലേ സുഹൃത്തുക്കളെ? 3 അവിടെ എഴുതി, ഗുണം n എന്ന് പറയുന്നത് √3 ആണ്. 3 ഗുണം √3 എന്ന് വെച്ചാൽ 3√3 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി √3 ദ ഹോൾ ക്യൂബ് ആണ് എല്ലാവർക്കും ഡൗട്ട്. √3 ദ ഹോൾ ക്യൂബിന് നമുക്ക് എങ്ങനെ എഴുതാം? √3 ഗുണം √3 ഗുണം √3 എന്ന് നമുക്ക് എഴുതാം. രണ്ട് റൂട്ടുകൾ തമ്മിൽ ഗുണിച്ചാൽ ഒരു പൂർണ്ണസംഖ്യ ലഭിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ √3 ഗുണം √3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? 3 എന്ന് പറയുന്ന പൂർണ്ണസംഖ്യ നമുക്ക് ലഭിക്കും. ഇൻറ്റു ഒരു √3 അവിടെ വെറുതെ കിടക്കുന്നു, അവനെയും കൂടെ ചേർക്കുക. അപ്പോൾ നമുക്ക് 3√3 എന്ന് നമുക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിട്ട് മാറും സുഹൃത്തുക്കളെ? 3√3 മൈനസ് ഓൾറെഡി ഇവിടെ ഒരു 3√3 കിടപ്പുണ്ട്. സോ 3√3 എന്ന് 3√3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 0 ലഭിക്കും. അങ്ങനെ നമ്മുടെ ഉത്തരം 0 ആയി. ഇതൊന്ന് സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. ഇത് നമ്മുടെ RRBയുടെ ലോക്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. ലോക്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ വ്യക്തമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം RRB സ്ഥിരം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കളെ, അടുത്തത് നമ്മുടെ ടൈപ്പ് 3യിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മുടെ ആൽജിബ്രയുടെ ടൈപ്പ് 3 ക്വസ്റ്റ്യൻസ്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ RRB ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒട്ടുമിക്ക RRBയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു ചോദ്യം. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. പക്ഷെ വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ പേപ്പറോ പേനയോ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: x plus 1/x equal to 3. Find the value of x raised to 4 plus 1/x raised to 4. മറക്കരുത്, ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ഇഫ് x plus 1/x equal to 3, find the value of x raised to 4 plus 1/x raised to 4 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു x² പ്ലസ് 1/x² കണ്ടുപിടിക്കാനായിട്ട് ഒരു കോഡ് ഉണ്ടെന്നല്ലേ സുഹൃത്തുക്കളെ? എന്തായിരുന്നു ആ കോഡ്? വേറൊന്നുമില്ല, n² പ്ലസ് ഓർ മൈനസ് 2 ആയിരുന്നു അല്ലേ ആ കോഡ്? സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ x² പ്ലസ് 1/x² കണ്ടുപിടിക്കാൻ ഒരു കോഡ് ഉണ്ടായിരുന്നു. അതായിരുന്നു n² പ്ലസ് ഓർ മൈനസ് 2 എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഈ x⁴ എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ ഉദ്ദേശിക്കുന്നത്? എക്സിനെ 4 തവണ ഗുണിക്കുന്നതിന് തുല്യം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം x² ഇൻറ്റു x² ആണ് നമുക്ക് എന്തെന്ന് പറയാം? x⁴ എന്ന് പറയാം അല്ലേ സുഹൃത്തുക്കളെ? കാരണം എന്താണ്? എക്സ് എന്ന് പറയുന്നതിനെ 4 തവണ ഗുണിക്കുവാണ് അല്ലേ നമ്മള്? എക്സ് ഗുണം എക്സ് ഗുണം എക്സ് ഗുണം എക്സ്, ഇതല്ലേ എക്സിനെ 4 തവണ ഗുണിക്കുന്നേ? ഈ 2x ഗുണിക്കുന്നതിനെ നമ്മൾ x² എന്ന് പറയുന്നത്. ഇപ്പുറത്ത് വീണ്ടും 2x ഗുണിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് x² എന്ന് പറയാം. അതുകൊണ്ട് x² ഗുണം x² ആണ് എന്തെന്ന് പറയുന്നത്? x⁴ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയും ഓക്കെയാണ്. ഇതൊന്നും നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി പറയുന്നതല്ല, ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഈ കോഡ് വർക്കാക്കി അല്ലെങ്കിൽ ഉപയോഗിച്ചത് എന്ന് സുഹൃത്തുക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് x⁴ പ്ലസ് 1/x⁴ ആണ്. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഈ n² പ്ലസ് ഓർ മൈനസ് 2വിനെ 2 തവണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? x⁴ പ്ലസ് 1/x⁴ ഉത്തരം ലഭിക്കും. സെറ്റാണേ, ഒന്നുമില്ല. x⁴ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം x² ഇൻറ്റു x² എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡായ n² പ്ലസ് ഓർ മൈനസ് 2വിനെ 2 തവണ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? x² പ്ലസ് 1/x²
സ്ക്വയറിന്റെ ഉത്തരം ലഭിക്കും. പക്ഷെ ചുമ്മാ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ചെറിയൊരു പണി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്തെന്നുള്ളത് നമുക്ക് ഇനി പറയാം. അപ്പോൾ നമ്മുടെ x plus 1 by x equal to 3 find the value of x raised to 4 plus 1 by x raised to 4 ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കണ്ടീഷൻസ് നമ്മളിവിടെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എക്സ് പ്ലസ് 1 by x equal to 3, അതായത് ഒരു നമ്പറോ ആൽഫബറ്റോ റൂട്ടോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ നോക്കുക. തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നു. രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ് റൈസ് ടു 4 plus 1 by x raised to 4 തന്നെയാണോ നമ്മുടെ ചോദ്യം കിടക്കണേന്ന് നോക്കുക. അപ്പൊ അത് തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. എക്സ് റൈസ് ടു 4 plus 1 by x raised to 4 തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചോണേ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ കണ്ടുപിടിച്ചില്ലേ, അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കാം. എൻ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2 അങ്ങ് ചെയ്യുക. ആദ്യം ഈ തന്നിരിക്കുന്ന കണ്ടീഷന് ഓക്കെ ആണേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്, നമ്മുടെ എൻ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ചില്ലേ, അതേ കോഡ് തന്നെ ഒരു തവണ എഴുതിയിട്ട് ഈ എക്സ് പ്ലസ് 1 by x വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുക. അതായത് എന്നിന്റെ വാല്യൂ എത്രയായിട്ട് എടുക്കുക, 3 ആയിട്ട് എടുക്കുക. ഓക്കെ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്നിന്റെ വാല്യൂ എത്രയാണ്, ഈ പറഞ്ഞിരിക്കുന്ന 3 ആണ്. സെറ്റ് ആണ്. ഇപ്പൊ നമുക്ക് അവിടെ കൊടുക്കാം എന്നിന്റെ വാല്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും, 3 സ്ക്വയർ ആവും. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എങ്ങനെയാ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുന്നത്, നേരത്തെ സെയിം പരിപാടി തന്നെയാണ്. എക്സിന് ശേഷം പ്ലസ് വന്നിരിക്കുന്നു, എക്സ് റൈസ് ടു 4 ശേഷം പ്ലസ് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഡിൽ എന്താ വരാനുള്ളത്, മൈനസ് ആണ് വരാനുള്ളത്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ സുഹൃത്തുക്കളെ, അത് 9 ആണ്. 9 minus 2 നമ്മുടെ ഉത്തരം എത്രയായി, 7 ആയി. ഓക്കെ ആയേ, സെറ്റ് ആയേ. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ. ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ് പ്ലസ് 1 by x equal to 3 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് റൈസ് ടു 4 plus 1 by x raised to 4 ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്, ഈ ക്വസ്റ്റിനകത്ത് നമ്മുടെ കോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് 2 പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എക്സ് പ്ലസ് 1 by x equal to ഒരു നമ്പരോ ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ ഒരു റൂട്ടിനകത്തുള്ളതോ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടോ അവിടെ, ഉണ്ട്. അപ്പൊ ഒന്നാമത്തേത് നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയി. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ് റൈസ് ടു 4 plus 1 by x raised to 4 ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരമാണോ കണ്ടുപിടിക്കാനുള്ളത് നോക്കുക. അതും ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കോഡ് അപ്ലൈ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യാനുള്ളത്, നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് 1 by x സ്ക്വയർ എങ്ങനെയാണോ ചെയ്തത് അതേ കോഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോ എൻ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2 നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര കിട്ടി, 3 സ്ക്വയർ മൈനസ് 2. കാരണം ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് 3 സ്ക്വയർ മൈനസ് വരാനുള്ള കാര്യം മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ. എക്സിന് ശേഷം പ്ലസ് വന്നിരിക്കുന്നു, എക്സ് റൈസ് ടു 4 ശേഷം പ്ലസ് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഡിൽ എന്ത് വരണം, ഉറപ്പായിട്ടും മൈനസ് വരണം. അതുകൊണ്ട് 3 സ്ക്വയർ മൈനസ് 2 എന്ന് നമ്മൾ എഴുതി. 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9 ആണ്. 9 മൈനസ് 2 എവിടെയാണ്, 7 ആണ്. ഇത്രയും കൊണ്ട് നമ്മുടെ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടില്ല. ഓപ്ഷനിൽ ഉറപ്പായിട്ടും വില്ലനായിട്ട് 7 കാണും. ഓക്കെ ആണ്. ഇവിടെ വെച്ച് നമ്മുടെ കാൽക്കുലേഷൻ തീർന്നില്ല. ഇനി ചെയ്യാനുള്ള പരിപാടി വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. ഒന്നുമില്ല, ഈ 7നെ അടുത്ത n ആയിട്ട് അങ്ങ് കരുതുക. ഇപ്പൊ കിട്ടിയ നമ്മുടെ ഉത്തരമില്ലേ 7, അവനെ പുതിയ n ആയിട്ട് അങ്ങ് കരുതിയിട്ട് ഒന്നുകൂടി സെയിം കാൽക്കുലേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കാൽക്കുലേഷൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ കോഡ് എൻ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2 എന്നാണ്. യാതൊരു വ്യത്യാസവുമില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിനകത്ത് സൈൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഇല്ല. സൈന് യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം, ഇവിടെ എന്നിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. n പുതിയ n ആണ് കേട്ടോ. ആ n എവിടെ നിന്നാ കിട്ടിയത്, ഒരു തവണ നമ്മൾ ഈ പറഞ്ഞ എൻ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2 ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത ഉത്തരമാണ് നമ്മുടെ പുതിയ n ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എഴുതാം 7ന്റെ സ്ക്വയർ. ഇനി ഓൾറെഡി മൈനസ് അല്ലേ നമ്മൾ ചെയ്തിരിക്കുന്ന, വ്യത്യാസം ഉണ്ടോ, ഇല്ല. 7ന്റെ സ്ക്വയർ മൈനസ് 2 നമ്മൾ ചെയ്യുന്നു. 7ന്റെ സ്ക്വയർ എത്രയാ, 49 ആണ്. 49 മൈനസ് 2 നമ്മുടെ ഉത്തരം 47 നമുക്ക് ലഭിക്കും. ഇതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ട്രിക്ക് എന്നുള്ളത് സുഹൃത്തുക്കൾ പഠിക്കുക. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. ചോദ്യം ഇതാണ്, ഇഫ് എക്സ് മൈനസ് 1 by x equal to 8 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് റൈസ് ടു 4 plus 1 by x raised to 4 ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞിരിക്കുന്ന കോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം ഈ ക്വസ്റ്റിനകത്ത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, എക്സ് മൈനസ് 1 by x ഈസ് ഈക്വൽ ടു ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു റൂട്ടിനകത്തോ അല്ലെങ്കിൽ ആൽഫബറ്റോ തന്നിട്ടുണ്ടോ, ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ എന്തായി, കണ്ടീഷൻ ഓക്കെ ആയി. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, എക്സ് റൈസ് ടു 4 plus 1 by x raised to 4 ആണോ കണ്ടുപിടിക്കാനുള്ളത് നോക്കുക. അപ്പൊ അതും കണ്ടീഷൻ ഓക്കെ ആയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം നമ്മൾ പറഞ്ഞു, 2 തവണ നമ്മൾ കോഡ് അപ്ലൈ ചെയ്ത് കാൽക്കുലേഷൻ ചെയ്താലേ നമ്മുടെ ഉത്തരത്തിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കോഡ് എന്താണ്, വേറൊന്നുമില്ല, എക്സ്
സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നതിന്റെ കോഡ് എന്തായിരുന്നു? n² ± 2 എന്നായിരുന്നു. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് കോഡ് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് n² ± 2 ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ n ആരാണ്? 8 ആണ് അല്ലേ സുഹൃത്തുക്കളെ? n ഇവിടെ എത്രയാണ്? 8 ആണ്. അങ്ങനെയാണെങ്കിൽ 8ന്റെ സ്ക്വയർ. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ വരുന്നത് എങ്ങനെ നോക്കാം സുഹൃത്തുക്കളെ? ഇവിടെ എക്സിന് ശേഷം വന്നിരിക്കുന്നത് മൈനസ് ആണ്. അതുപോലെ x⁴ ശേഷം വന്നിരിക്കുന്നത് പ്ലസ് ആണ്. അങ്ങനെ മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോഡിനകത്ത് എന്ത് ഉപയോഗിക്കണം? പ്ലസ് ആണ് ഉപയോഗിക്കാനുള്ളത്. അതും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ 8ന്റെ സ്ക്വയർ പ്ലസ് 2 ആണ്. 8ന്റെ സ്ക്വയർ എത്രയാണ് സുഹൃത്തുക്കളെ? 64 ആണ്. 64 പ്ലസ് 2 എത്രയാണ്? 66 ആണ്. ഇവിടെ തീർന്നോ? ഇല്ല. പക്ഷെ ഓപ്ഷനിൽ 66 കാണും. കൺഫ്യൂഷൻ ആവരുത്. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ഈ നമ്മുടെ കാൽക്കുലേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തെന്ന് ചോദിച്ചാൽ ഈ 66നെ പുതിയ n ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ 66നെ പുതിയ n ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് സെക്കൻഡ് കാൽക്കുലേഷൻ നമ്മുടെ n എന്ന് പറയുന്നത് എത്രയാണ്? ഇനി 66 ആണ്. തെറ്റിപ്പോവല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ എങ്ങനെ മാറും? 66ന്റെ സ്ക്വയർ. നേരത്തെ പ്ലസ് നമ്മൾ ഓൾറെഡി സൈനിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല. 66ന്റെ സ്ക്വയർ പ്ലസ് 2 ആണ്. 66ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4356 വരും. പ്ലസ് അതിന്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോഴത്തേക്കും 4358 ആണ് നമ്മുടെ ഉത്തരം. അതുകൂടെ സുഹൃത്തുക്കൾ ഒന്ന് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞുതരാം. x - 1/x = 8. ഫൈൻഡ് x⁴ പ്ലസ് 1/x⁴ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിനകത്ത് നമ്മുടെ കോഡ് വർക്ക് ആവുമോ ഇല്ലയോ എന്നാണ്. എന്തിനാണ് ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാല് വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഇതുപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യവുമുണ്ട്. അതെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. അത് ഇങ്ങനെയല്ല ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. കണ്ട അനിയനെയും ചേട്ടനെയും പോലെ ഇരിക്കും, ചെറിയ വ്യത്യാസം മാത്രമേ കാണുള്ളൂ. ഈ x - 1/x = 8 എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ദ വാല്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് മാറ്റം വരും. അപ്പോൾ നമ്മൾ ഇത് മാത്രം ഓർത്ത് വെച്ചിട്ട് പോയിരുന്ന് നമ്മുടെ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. x - 1/x ശേഷം ഒരു റൂട്ടിനകത്തോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റോ ഒരു സംഖ്യ തന്നിരിക്കണം. ഓക്കെ ആണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? x⁴ പ്ലസ് 1/x⁴ നമ്മുടെ ക്വസ്റ്റ്യൻ വരാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം ലഭിക്കേണ്ടത്. അത് നമ്മൾ ഓർത്ത് വെച്ചോ. ഇത് രണ്ടും വർക്കായെങ്കിൽ നമ്മുടെ കോഡ് ഉപയോഗിക്കാം. നമ്മുടെ കോഡ് എന്താണ്? n² ± 2. എത്ര തവണ ചെയ്യണം? 2 തവണ ചെയ്യണം. ഫസ്റ്റ് കാൽക്കുലേഷനിലെ n എന്ന് പറയുന്നത് നമ്മുടെ x - 1/x ശേഷം വരുന്ന 8 ആണ് നമ്മുടെ n ആയിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര ലഭിച്ചു സുഹൃത്തുക്കളെ? 8ന്റെ സ്ക്വയർ 64 പ്ലസ് 2 നമുക്ക് 66 ലഭിച്ചു. ഇനി രണ്ടാമത്തെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ n ആയിട്ട് എടുക്കാനുള്ളത് ഈ ആദ്യം കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിയതിന്റെ ഉത്തരമാണ്. അതായത് ഇവിടെ 66 ആണ് രണ്ടാമത്തെ നമ്മുടെ കാൽക്കുലേഷനിൽ n ആയിട്ട് വരുന്നത്. അപ്പോൾ ആ 66ന്റെ സ്ക്വയർ നമ്മൾ ചെയ്യണം. പ്ലസ് അധികം എന്ത് ചെയ്യണം? 2 ചെയ്യണം. അപ്പോൾ 66ന്റെ സ്ക്വയർ 4356 ആണ്. പ്ലസ് അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 4358 ആണ് നമ്മുടെ. ഇനി നമ്മുടെ RRB ലോക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോളണേ. RRB ലോക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് കമ്പൈൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? കമ്പൈൻഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സംഗതി വളരെ ഈസിയാണ്. കമ്പൈൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 ഉത്തരം കാണും കേട്ടോ. അതാണ് ഇതിനകത്ത് കമ്പൈൻഡ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു ഉത്തരം മാത്രം നമ്മൾ കണ്ടുപിടിച്ച് ശരിയാക്കിയാൽ പോരാ, 2 ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് ശരിയാക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം സുഹൃത്തുക്കളെ. ഒന്നുമില്ല, വളരെ ഈസിയാണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, if x plus 1/x = 5, find the value of x² plus 1/x² and x⁴ plus 1/x⁴. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണ്. അതായത് ഇവിടെ x² plus 1/x² കണ്ടുപിടിക്കാനുണ്ട്, x⁴ plus 1/x⁴ കണ്ടുപിടിക്കാനുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് സുഹൃത്തുക്കളെ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. RRB നമ്മളെ കൺഫ്യൂഷൻ ആക്കും. അപ്പൊ ഒന്നുകൂടെ പറയാം. if x plus 1/x = 5, find the value of x² plus 1/x² and x⁴ plus 1/x⁴. ഇപ്പൊ നേരത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കിയ സുഹൃത്തുക്കൾക്കാണെങ്കിൽ അത്യാവശ്യം കത്തിക്കാണും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്നുമില്ല, നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? x² plus 1/x². നമ്മൾ ഇനിയിപ്പോ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ കോഡ് ഉപയോഗിക്കാമെന്നൊക്കെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണും. അപ്പൊ നേരെ നമ്മുടെ കോഡിലേക്ക് കടക്കാൻ പോവാണ്. നമ്മുടെ കോഡ് എന്താണ്? ഒന്നുമില്ല, n² ± 2 ആണ്. ഇത് നമ്മുടെ ഏതിന്റെ കോഡാ? x² plus 1/x² കോഡാണ്. അങ്ങനെയെങ്കിൽ അത് ഒരു തവണ കൂടി നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? x⁴ plus 1/x⁴ ഉത്തരം നമുക്ക് ലഭിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് അല്ലേ സുഹൃത്തുക്കളെ? കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്. അപ്പൊ നമുക്ക് എവനെ ഒന്ന് ചെയ്ത് നോക്കാം. x plus 1/x = 5. അപ്പൊ ഇവിടെ n ആരാണ്?
5 ആണ്. 5ന്റെ സ്ക്വയർ. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ സുഹൃത്തുക്കളെ, അതിന് നോക്കാനുള്ളത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 1/x² ആവട്ടെ, x⁴ പ്ലസ് 1/x⁴ ആവട്ടെ, ഒരൊറ്റ പോയിന്റ് സുഹൃത്തുക്കൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇതിനകത്ത് ഈ പ്ലസ് ആയിരിക്കും എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ പ്ലസ് ആയിരിക്കും ഉറപ്പായിട്ടും RRB ചോദിക്കുന്നത്. ഇതുവരെ അങ്ങനെ മാറ്റി ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വിശ്വസിച്ച് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ്? ആദ്യത്തെ എക്സിന് ശേഷം എന്ത് വന്നിരിക്കുന്നു? പ്ലസ് വന്നിരിക്കുന്നു. x² ശേഷം എന്ത് വന്നിരിക്കുന്നു? പ്ലസ് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഡ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5ന്റെ സ്ക്വയർ മൈനസ് 2 നമുക്ക് എഴുതേണ്ടി വരും. 5ന്റെ സ്ക്വയർ എത്രയാ സുഹൃത്തുക്കളെ? 25 ആണ്. 25 മൈനസ് 2 നമ്മുടെ ഉത്തരം എത്ര കിട്ടി? 23. ഓക്കെ ആണേ, സെറ്റ് ആണേ. അതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യാനുള്ളത്? ഈ പുതിയ 23 എന്ന് കിട്ടിയ നമ്പറിനെ നമ്മളുടെ പുതിയ n ആയിട്ട് കൺസിഡർ ചെയ്യണം. അതായത് n = 23 ആയിട്ട് എടുത്തിട്ട് ഈ സെയിം കാൽക്കുലേഷൻ തന്നെ ചെയ്തങ്ങ് പോയാൽ മതി. അതായത് 23ന്റെ സ്ക്വയർ മൈനസ് 2. 23ന്റെ സ്ക്വയർ എത്രയാ സുഹൃത്തുക്കളെ? 23ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 529 ആണ്. അപ്പോ 529 മൈനസ് 2 നമ്മുടെ ഉത്തരം എത്രയായി? 527. മനസ്സിലായോ സുഹൃത്തുക്കളെ? ഇവിടെ നമുക്ക് രണ്ട് ഉത്തരവും ലഭിച്ചു. ഒന്നാമത്തെ ഉത്തരം അവർ ചോദിച്ചിട്ടുണ്ട് 23. രണ്ടാമത്തെ ഉത്തരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്? 527 അപ്പൊ ഇതിനകത്ത് ഓപ്ഷനകത്ത് വരുന്നത് x² പ്ലസ് 1/x² ഈസ് ഈക്വൽ ടു 23 എന്നും ഒരു കോമ ഇട്ടിട്ട് x⁴ പ്ലസ് 1/x⁴ ഈസ് ഈക്വൽ ടു 527 എന്ന് കിടക്കും. എന്നിട്ട് ഇതിനകത്ത് വാല്യൂസ് മാറ്റിയിട്ട് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എന്നിങ്ങനെ കൊടുത്തിരിക്കും. അപ്പൊ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാണ് കേട്ടോ. ഇത് ലോക്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തവണ RRBക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇഫ് x plus 1/x = 5, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x² plus 1/x² ആൻഡ് x⁴ plus 1/x² ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസിയാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ ആദ്യം ഈ കോഡ് വർക്ക് ആവുമോ എന്ന് നോക്കുക. വർക്ക് ആവും അല്ലേ സുഹൃത്തുക്കളെ? കാരണം x plus 1/x = ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു റൂട്ടിനകത്തോ ഒരു ആൽഫബറ്റോ തന്നിട്ടുണ്ട്. ഓക്കെ, അത് സെറ്റ് ആണ്. x² plus 1/x² അല്ലെങ്കിൽ x⁴ plus 1/x⁴ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കാം? വേണമെങ്കിൽ x³ plus 1/x³ ആയിരിക്കും എന്ത് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കുക. ഇത് 3 എണ്ണത്തിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഡ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കോഡ് എന്ന് ചോദിച്ചാൽ നമ്മുടെ n² +or-2 എന്നുള്ള കോഡാണ്. ആ കോഡിന് നമ്മൾ 2 തവണ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തിന്റെ ഉത്തരം കിട്ടും? x⁴ plus 1/x⁴ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ചെയ്തു തുടങ്ങാം. ആദ്യത്തെ കാൽക്കുലേഷന്റെ n ആരാ സുഹൃത്തുക്കളെ? അത് 5 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അതിനകത്ത് 5ന്റെ സ്ക്വയർ. ഇനി പ്ലസോ മൈനസ് ആണോ വരാൻ നോക്കാനായിട്ട് എക്സിന് ശേഷം വന്നിരിക്കുന്ന സൈൻ എന്താ? പ്ലസ് ആണ്. അതുപോലെ x² ശേഷം വന്നിരിക്കുന്ന സൈൻ ഏതാ? അതും പ്ലസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ വരാനുള്ളത് മൈനസ് ആണ്. അപ്പൊ 5ന്റെ സ്ക്വയർ മൈനസ് 2. 5ന്റെ സ്ക്വയർ എത്രയാ? 25 ആണ്. 25 മൈനസ് 2 നമ്മുടെ ഉത്തരം എത്രയാണ്? 23 ആണ്. ഇവിടെ കഴിഞ്ഞോ? ഇപ്പൊ നമുക്ക് എന്താ ലഭിച്ചത്? x² പ്ലസ് 1/x² ഉത്തരമാണ് നമുക്ക് ഇവിടെ ലഭിച്ചത്. എത്രയാണ്? ഈ 23 എന്നുള്ളത്. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? x⁴ പ്ലസ് 1/x⁴ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ എന്താ സുഹൃത്തുക്കളെ പറഞ്ഞു തന്നത്? ഈ പുതിയ കിട്ടിയ നമ്പർ അല്ലെങ്കിൽ ഈ 23 എന്ന് പറയുന്ന നമ്പർ എന്തിന് തുല്യമാക്കി എടുക്കുക? n-ന് തുല്യമാക്കി എടുക്കുക. അപ്പൊ നമുക്ക് പറയാം n = എത്രയാണ്? 23 എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ പിന്നെയും മാറുന്നു. 23ന്റെ സ്ക്വയർ. ഇനി പ്ലസോ മൈനസോ എന്ന് നോക്കാനായിട്ട് എക്സിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? പ്ലസ് ആണ് വന്നിരിക്കുന്നത്. x⁴ ശേഷം എന്താ വന്നിരിക്കുന്നത്? പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കോഡിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 23ന്റെ സ്ക്വയർ മൈനസ് 2 ആണ്. 23ന്റെ സ്ക്വയർ എത്രയാ സുഹൃത്തുക്കളെ? അത് 529 ആണ്. 529 മൈനസ് 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലഭിക്കും? 527 ലഭിക്കും കേട്ടോ. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. അപ്പോ RRBയുടെ ഓപ്ഷനകത്ത് എന്തായിരിക്കും? x² plus 1/x² ഈസ് ഈക്വൽ ടു 23 എന്നും ഒരു കോമ ഇട്ടിട്ട് x⁴ plus 1/x⁴ എന്ന് പറയുന്നത് 527 എന്നും തന്നിരിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ
ഒരുപാട് ഇപ്പോൾ നമ്മുടെ RRBയിൽ വരുന്നുണ്ട്. ഏകദേശം 2014 ശേഷം ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇങ്ങനെ കണ്ടിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇങ്ങനെയുള്ളതൊക്കെ കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് പഠിക്കാനുള്ളത്. ഇതിനകത്താണ് നമ്മുടെ ആൽജിബ്രയെന്ന് ഏറ്റവും മെയിൻ ആയിട്ടും ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് നേടാൻ പറ്റുന്ന മേഖലയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് മുതൽ ഈ ക്ലാസ് വരെ x² + 1/x² നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, x³ + 1/x³ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇന്ന്. അതുപോലെ x⁴ + 1/x⁴ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതിന്റെ അപ്പുറത്തോട്ട് ഇതുവരെയും RRB ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ x⁵ + 1/x⁵ ഒന്നും ചെയ്ത് സുഹൃത്തുക്കൾ ബുദ്ധിമുട്ടണ്ട. x² + 1/x² സ്ഥിരം ക്വസ്റ്റ്യൻ. കുറച്ചുകൂടെ കടുപ്പിച്ച് കഴിഞ്ഞാൽ x³ + 1/x³ ചോദിക്കും. ഇല്ലെങ്കിൽ x⁴ + 1/x⁴ ചോദിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നല്ല ടഫ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ലോക്ക്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കളാർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബറിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. സുഹൃത്തുക്കളോട് ഒന്നുകൂടി പറയുന്നു, ബീജഗണിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതിന്റെ ബേസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മളിവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.